നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച പോലീസുകാരെയും പ്രതികളായവരെയും സംരക്ഷിക്കുകയാണ് സർക്കാരെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വിമർശനം. ഷാഫിക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും സമാധാനപരമായി ജാഥ നടത്തിയവർക്കെതിരെയും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് എന്ന കള്ളക്കേസുണ്ടാക്കി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിഷേധ പ്രകടനത്തിൽ ഷാഫിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായി. കേരളത്തിലുടനീളം ഉയർന്ന പ്രതിഷേധത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് CPM കള്ളപ്രചരണങ്ങളും കള്ളക്കേസുകളും ഉയർത്തുന്നതെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. മാത്രമല്ല, ഷാഫി പറമ്പിലിനെതിരായ EP ജയരാജന്റെ ഭീഷണിയെ കോൺഗ്രസ് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. CPMന്റെ പ്രസംഗ തൊഴിലാളി മാത്രമാണ് EP ജയരാജൻ. ജൂനിയറായ വ്യക്തിയെ പാർട്ടി സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധിച്ച് കുറച്ചുനാൾ നിസ്സഹരണവുമായി EP ജയരാജൻ നടന്നു. അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് CPM നീക്കാൻ നിർബന്ധിതമായതിന്റെ കാരണം നമുക്ക് അറിവുള്ളതാണ്. ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കുകയാണ്. ഷാഫി പറമ്പിൽ എംപിക്കും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും സമാധാനപരമായി ജാഥ നടത്തിയ UDF പ്രവർത്തകർക്കെതിരെയും സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് കള്ളക്കേസെടുത്തു. അതിന്റെ പേരിൽ നിരപരാധികളായ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഷാഫി പറമ്പിലിനെതിരായ അക്രമത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് കള്ളക്കേസും കള്ളപ്രചരണവുമായി CPM രംഗത്ത് വന്നത്. ഷാഫി പറമ്പിലിനെ ഒരു പോറലേൽപ്പിക്കാൻ CPMന് കഴിയില്ല. പോലീസിനെ ഉപയോഗിച്ച് അവർ നടത്തുന്ന ആക്രമണം CPMന്റെ ബലഹീനതയ്ക്ക് തെളിവാണ്. ഷാഫി പറമ്പിലിനോട് CPM രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ അവരെ അമ്പയെ പരാജയപ്പെടുത്തിയതിന്റെ പകയാണ്. MP എന്ന നിലയിൽ പാർലമെന്റിനകത്തും പുറത്തും ഷാഫി പറമ്പിൽ നടത്തുന്ന ഇടപെടലുകളും രാഷ്ട്രീയ നിലപാടുകളും CPMന് തലവേദനയാണ്. അതിനാലാണ് ഷാഫി പറമ്പിലിനെ കായികമായി ഇല്ലാതാക്കാൻ CPM ശ്രമിക്കുന്നത്. അതിനെ കോൺഗ്രസ് അതിശക്തമായി നേരിടുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ED സമൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സണ്ണി ജോസഫ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സമൻസിൽ EDയും മുഖ്യമന്ത്രിയും BJP നിലപാട് വ്യക്തമാക്കണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. മകനെതിരെ നൽകിയ ED സമൻസിൽ മറുപടി നൽകാതെ സ്വന്തം അണികളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ED സമൻസിൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് ചോദിക്കുമ്പോൾ മകൻ ക്ലിഫ് ഹൗസിലെ മുറികൾ കണ്ടിട്ടില്ലെന്ന ബാലിശമായ മറുപടിയാണ് മുഖ്യമന്ത്രിയുടേത്. മകളുടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ ഒളിച്ചോടിയതുപോലെ മകന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി സത്യം മറച്ചുപിടിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മകനെതിരായ ED സമൻസ് അയച്ചത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മേൽവിലാസത്തിലാണ്. ആ സമൻസ് കൈപ്പറ്റിയിരുന്നു. അത് കൈപ്പറ്റാൻ ക്ലിഫ് ഹൗസിൽ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തിയുള്ള സ്ഥലത്തേക്ക് അത് അയച്ചു കൊടുക്കുന്നതാണ് നടപടിക്രമം. അത് ചെയ്തിട്ടുണ്ടോ? EDയുമായി ചേർന്ന് കേസ് ഒതുക്കി തീർത്തെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പോലും പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ EDയും കേന്ദ്രം ഭരിക്കുന്ന BJPയും പ്രതികരിക്കാത്തത് എന്താണ്? BJPയുടെ മൗനം ഒത്തുതീർപ്പിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ഒത്തുകളിയുടെ ഭാഗമാണ് അവരുടെ നിശബ്ദതയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരായി തെളിവ് നൽകാത്ത പക്ഷം കള്ളപ്പണം വെളുപ്പിക്കൽ ആക്ടിനനുസരിച്ചുള്ള ശിക്ഷാ നടപടിക്ക് വിധേയനാണെന്നാണ് നോട്ടീസ് പറയുന്നത്. കൂടാതെ ബാങ്ക് അക്കൗണ്ട്, സ്വത്ത് വിവരങ്ങൾ എന്നിവയും നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ നോട്ടീസിന് എന്ത് സംഭവിച്ചു? ഇതിലെ നടപടി അവസാനിപ്പിച്ചോ? അങ്ങനെയെങ്കിൽ എന്തടിസ്ഥാനത്തിലാണത്? മുഖ്യമന്ത്രിയുടെ മകൻ അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ടോ? നോട്ടീസ് കൈപ്പറ്റാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുവെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ ആനുകൂല്യം കൊണ്ടാണ് മകളുടെ കമ്പനി തുടങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ പണം കൈപ്പറ്റിയിരുന്നു. അതിനുള്ള രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെതിരായ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനി കേസില്ലെങ്കിൽ വീണ വിജയൻ എന്തിനാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്? വസ്തുത ഇതായിരിക്കെ മുഖ്യമന്ത്രി നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. മാർക്സിസ്റ്റ് അണികളെ അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ അനർഹമായ സ്വത്ത് സമ്പാദിച്ചത് തർക്കരഹിതമാണ്. അതിനെ എത്ര ന്യായീകരിച്ചാലും വില പോകില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമല വിഷയത്തിലും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് കൂടി നോക്കാം. ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ സർക്കാരും പോലീസും തയ്യാറാകുന്നില്ല. അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം ഇതുവരെ പ്രതികളിൽ എത്തിയിട്ടില്ല. 6-ാം തീയതി കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും ഒരു പുരോഗതിയുമില്ല. സ്വർണം ആർക്ക് വിറ്റുന്നത് കണ്ടെത്തിയില്ല. അന്വേഷണ സംഘത്തിന്റെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രതികളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണം അവിടെയില്ല. പകരം ചെമ്പാണ് അവിടെ എത്തിച്ചത്. അത് തെളിയിക്കാൻ എന്താണ് പോലീസിന് പ്രയാസം? അന്വേഷണ ഏജൻസി അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റണം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണ നടപടികൾ കോൺഗ്രസിന് പൂർണ്ണ തൃപ്തിയില്ല. പ്രതികളെ സംരക്ഷിക്കുന്ന അന്വേഷണ ഏജൻസികളുടെ നിലപാടിനെതിരെ അതിശക്തമായ വിശ്വാസ സംരക്ഷണ പരിപാടികളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. കോൺഗ്രസ് നടത്തുന്ന 4 ജാഥകളിലും വലിയ ജനപങ്കാളിത്തമാണുള്ളത്. ഈ മാസം 18-ന് അത് പന്തളത്ത് സമാപിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.
അതേസമയം RSS ക്യാമ്പിലെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണം കൂടി നമുക്ക് നോക്കാം. RSS ക്യാമ്പിൽ നടന്ന ലൈംഗിക പീഡനത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് സണ്ണി ജോസഫ് MLA പറഞ്ഞു. FIRൽ RSS എന്ന് പേര് ചേർക്കാൻ പോലും കേരള പോലീസിന് ഭയമാണ്. CPMന്റെയും RSSന്റെയും ഒത്തുകളിയുടെ വേറൊരു രൂപമാണ് ആ കേസിൽ കാണുന്നത്. കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട RSSും സത്യം മറച്ചുപിടിക്കുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മാത്രമല്ല G. സുധാകരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. CPM നേതാവ് G. സുധാകരനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യാൻ സമയമായില്ലെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സണ്ണി ജോസഫ് പറഞ്ഞു. CPMലെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. മന്ത്രിയായിരുന്നപ്പോഴും എല്ലാവരോടും നന്നായി പെരുമാറുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും വ്യക്തിപരമായ സൗഹൃദവും സത്യസന്ധമായ നിലപാടും പുലർത്തുന്ന നേതാവ്. അദ്ദേഹത്തിനെതിരെ CPM നടത്തുന്ന പ്രവർത്തനങ്ങൾ ശരിയാണോ എന്ന് അവർ തന്നെ പരിശോധിക്കണം. അത്തരം ആക്രമണങ്ങളെ ചെറുക്കാൻ അദ്ദേഹം പ്രാപ്തനാണ് എന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. സർക്കാർ ചെലവിൽ ഇപ്പോൾ സംഘടിപ്പിക്കുന്ന വികസന ക്ഷേമമേളകൾ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കുതന്ത്രം മാത്രമാണ്. ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്ന സർക്കാരിന്റെ പരസ്യ പ്രഖ്യാപനമാണിത്. ഇത്തരം മേളകളിൽ ഒരു റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് സർക്കാരിന് വികസന കോൺക്ലേവുകൾ സംഘടിപ്പിക്കാൻ തോന്നിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോടികൾ ചെലവാക്കി നവകേരള സദസ്സ് സംഘടിപ്പിച്ചിട്ട് എന്ത് ഫലമുണ്ടായി? ഇടതുപക്ഷത്തെ ജനപ്രതിനിധികൾക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് ആക്ഷേപം കിട്ടിയതൊഴിച്ചാൽ എന്ത് ഗുണമുണ്ടായെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതിശക്തമായ സംഘടനാ പ്രവർത്തനവുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മിഷൻ 2025 പ്രവർത്തനം പുരോഗമിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ലഘുലേഖകളുമായും പ്രവർത്തന ഫണ്ട് ശേഖരണത്തിന്റെയും ഭാഗമായി 25,000-ഓളം വാർഡ് കമ്മിറ്റികൾ ഭവന സന്ദർശനം പൂർത്തിയാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ UDF സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം ഇടത് സംഘടനകളുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള സമരം പ്രതിപക്ഷ സംഘടനകളുടെ സമര വിജയമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇതുവരെ രാജ്ഭവനിലേക്ക് ഭരണപക്ഷ സംഘടനകൾ നടത്തിയ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ദിശ മാറ്റിയത് ഭരണമാറ്റത്തിന്റെ സൂചനയാണ് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.